ഹലോ, വെൽക്കം ടു എജ്യൂമി. അപ്പോൾ മക്കളെ, നമ്മളുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 2ൻ്റെ നെക്സ്റ്റ് ക്ലാസ് ആയിട്ടാണല്ലേ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളത് പറഞ്ഞ കാര്യങ്ങൾ ബേസിക് കോൺസെപ്റ്റുകളായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ജെൻഡർ എന്നതിൻ്റെ ഡെഫിനിഷൻസ് നമ്മൾ നോക്കി അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളതാണ്. അതായത് ലിംഗസ്വത്വം അല്ലേ. ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ്? Individuals' understanding of oneself as male, female or other forms of gender plus society's perception. ഇവിടെ എന്താ പറയുന്നത്? ഒരു വ്യക്തി തന്നെ പുരുഷനായോ അല്ലെങ്കിൽ സ്ത്രീയായോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിംഗരൂപമായോ മനസ്സിലാക്കുന്നതും സമൂഹം ആ വ്യക്തിയെ എങ്ങനെ കാണുന്നു എന്നതുമാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് പുരുഷനാണോ, താൻ പുരുഷനാണോ അതോ സ്ത്രീയാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജെൻഡറാണോ, ഇനി ആ സമൂഹം ആ വ്യക്തിയെ എങ്ങനെ കാണുന്നു എന്നതാണ് ഏതെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ. ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺസെൽഫ് ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലേ. മെയിൽ, ഫീമെയിൽ ഓർ അതർ ഫോംസ് ഓഫ് ജെൻഡർ പ്ലസ് എങ്ങനെയാണ് സൊസൈറ്റീസ് പെർസെപ്ഷൻ, സൊസൈറ്റിയുടെ കാഴ്ചപ്പാട്. ഇതാണ് എന്തെന്ന് പറയുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെൻഡർ റോൾസ് ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലേ. ഇവിടെ ജെൻഡർ റോൾസും ജെൻഡർ ഐഡൻറ്റിറ്റിയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഉള്ളത്. ഓക്കെ, ദെൻ ബെർക്ക് എന്താ പറയുന്നത്? Meaning and nuances involved in identification of one's gender work as source of motivation for gender-based behavior. ഇവിടെ എന്താ പറയുന്നത്? ഒരാളുടെ ജെൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരാളുടെ ലിംഗപദവി തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അർത്ഥങ്ങളുണ്ട്, സൂക്ഷ്മമായിട്ടുള്ള വശങ്ങളുണ്ട്, അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് ബിഹേവിയറും. ഇതൊക്കെ ഇതിനുള്ള പ്രചോദനമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? ഒരാളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വൺസ് ജെൻഡർ വർക്ക് അല്ലേ, ഒരാളുടെ ജെൻഡർ വർക്കിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് ബിഹേവിയർ. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ ഒരാളുടെ ലിംഗപദവി തിരിച്ചറിയുന്നതിനുള്ള ഒരു കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ജെൻഡർ ഐഡൻറ്റിറ്റി ക്യാൻ ബി ഇമ്പോസ്ഡ് ബൈ സൊസൈറ്റി ഓർ അക്സെപ്റ്റഡ് ആസ് പാർട്ട് ഓഫ് കൾച്ചറൽ നോംസ്. എങ്ങനെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി വരുന്നത്? ജെൻഡർ ഐഡൻറ്റിറ്റി സമൂഹത്തിന് വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയും. ശരിയാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിന് ഒരു വ്യക്തിയുടെ മുകളിൽ ആ വ്യക്തി ഏത് ജെൻഡറാണ്, ഏത് ജെൻഡർ ഐഡൻറ്റിറ്റി സ്വീകരിക്കണം, ഏത് ജെൻഡർ റോള് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും. അപ്പോൾ സൊസൈറ്റിക്ക് ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ വളരെ വ്യക്തമായിട്ടുള്ള വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു റോള് തന്നെ ഉണ്ട് അല്ലേ. ദെൻ ഇനി അതുമല്ലെങ്കിൽ എങ്ങനെയാണ് സാംസ്കാരിക മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടേക്കാം അല്ലേ. ഒരു സൊസൈറ്റി, ഒരു സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ ഒരു കൊണ്ടും ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി വന്നേക്കും. അപ്പം നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇമ്പോസ്ഡ് ബൈ സൊസൈറ്റി ഓർ അക്സെപ്റ്റഡ് ആസ് പാർട്ട് ഓഫ് കൾച്ചറൽ നോംസ് അല്ലേ. ഇമ്പോസ്ഡ് ബൈ സൊസൈറ്റിയാണ് ഒന്ന്. ജെൻഡർ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് കിട്ടുക? ഇമ്പോസ്ഡ് ബൈ സൊസൈറ്റി അല്ലേ. സൊസൈറ്റി അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് എങ്ങനെയാണ്? അക്സെപ്റ്റഡ് ആസ് പാർട്ട് ഓഫ് കൾച്ചറൽ നോംസ് അല്ലേ. കൾച്ചറൽ നോംസിൻ്റെ ഭാഗമായിക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു വ്യക്തിക്ക് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. Assignment of roles, functions and responsibilities to a particular gender on the basis of biased or preconceived notions. എന്താ പറയുന്നത്? ബയാസ്ഡ് അല്ലേ, ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ, ഓൺ ദ ബേസ്ഡ് ഓഫ് ബയാസസ്, അതായത് പക്ഷാപാതമായിട്ടുള്ളതോ അല്ലെ, പക്ഷാപാതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീ കൺസീവ്ഡ് നോഷൻസ് അല്ലെ മുൻധാരണകളുടെയോ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ജെൻഡർ ഉള്ള ആളുകൾക്ക് ചില റോളുകളും ചില ചുമതലകളും ചില ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിനെയാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ജെൻഡർ ബയാസ്ഡ്, ബേസിസ് ബയാസ്ഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോഷൻ, ഏതെങ്കിലും ഒരു മുൻധാരണകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില വ്യക്തികൾക്ക് നിങ്ങൾ ഇന്നത് ചെയ്യണം കേട്ടോ, നിങ്ങൾ ഈ വിഭാഗം നിങ്ങൾ ഇതേ ചെയ്യാവൂ, നിങ്ങൾ ആ വിഭാഗം നിങ്ങൾ അതേ ചെയ്യാവൂ, നിങ്ങൾ ഈ വിഭാഗക്കാർ അത് ചെയ്യരുത്, ആ വിഭാഗക്കാർ ഇത് ചെയ്യരുത് അല്ലെ, ആ രീതിയിൽ ചില പ്രത്യേക ലിംഗവിഭാഗത്തിന്, ചില പ്രത്യേക ജെൻഡർ ഉള്ള ആളുകൾക്ക്, പെർട്ടിക്കുലർ ജെൻഡറിന് ചില റോളുകളും ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോക്കൂ, നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഈ സ്റ്റീരിയോടൈപ്പിംഗ് പ്രോസസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ചിൽഡ്രൻ ആർ സോഷ്യലൈസ്ഡ് ഇൻ ടു ജെൻഡർ റോൾസ് ഇൻ വേസ് ദേ മൈറ്റ് ലോസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻഡിവിജ്വൽ പ്രോഗ്രസ്. എന്താ ഇവിടെ പറഞ്ഞത്? കുട്ടികളെ നമ്മളെ ഒരു ജെൻഡർ റോളിലേക്ക് സാമൂഹികവൽക്കരിക്കുകയാണ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ. കുട്ടികളെ നമ്മൾ ആ ഒരു റോളിലേക്ക് നമ്മൾ സാമൂഹികവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ വ്യക്തിഗത പുരോഗതിക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക അല്ലെ. ഇപ്പം നമ്മൾ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു, ആൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. പെൺകുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, പുരോഗതിക്കുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു പെണ്ണാണ് എന്നുള്ള ജെൻഡർ റോൾ ആ പെൺകുട്ടിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ പെൺകുട്ടിക്ക് തൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയാൽ അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യങ്ങളെ കൈവരിക്കാൻ സാധിക്കാതെ വരും. അപ്പം അതാണ് ഇവിടെയും പറയുന്നത്, കുട്ടികളെ നമ്മൾ ജെൻഡർ റോളുകളിലേക്ക് സാമൂഹികവൽക്കരിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ സാമൂഹികവൽക്കരിക്കുന്നത് എന്തിന് കാരണമാകുന്നുണ്ട്? അവരുടെ വ്യക്തിഗത പുരോഗതിക്കുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് മാറുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട് നോക്കാം. വർക്ക്സ് ഓൺ പാസ്റ്റ് സ്പെക്കുലേഷൻസ് അബൌട്ട് അതർ പീപ്പിൾ ആൻഡ് നെവർ ഷെയർസ് ട്രൂത്ത്ഫുൾ ഇൻഫോർമേഷൻ അബൌട്ട് അതേഴ്സ്. ഇവിടെ എന്താ പറയുന്നത്? ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള മുൻകാല ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ചില പ്രത്യേക വിഭാഗക്കാർക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഇവരുടെ പാസ്റ്റ്, ഇവരുടെ മുൻകാല ഊഹാപോഹങ്ങൾ, സ്പെക്കുലേഷൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ മറ്റുള്ളവരെ കുറിച്ച് ഒരിക്കലും സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പ് അല്ലെങ്കിൽ ജെൻഡർ പങ്കുവയ്ക്കുന്നില്ല. ഓക്കെ, ഇനി ഇറ്റ് കൺസിഡേർഡ് ആസ് ദ അമൽഗാം ഓഫ് ജെൻഡർ ക്യാരക്ടറിസ്റ്റിക്സ്, വേരിയേഷൻസ് ആൻഡ് റോൾ ഡിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. ഇവിടെ എന്താ പറയുന്നത്? വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഒക്കെ ഒരു അമൽഗാം ഓഫ് ജെൻഡർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ലിംഗപരമായിട്ടുള്ള സവിശേഷതകളെ, ഇവരുടെ വ്യതിയാനങ്ങളെ, ഇവരുടെ റോളുകളിലെ വ്യത്യാസങ്ങൾ എന്നിവയുടെ ഒരു സങ്കര രൂപം, ഒരു അമൽഗമായിക്കൊണ്ടാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ജെൻഡറിനെ കണക്കാക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ വ്യക്തികളുണ്ട് അല്ലെ, വ്യക്തികൾ ചേർന്ന് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഒക്കെ അവരുടെ ജെൻഡറലി ഉള്ള സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സുകൾ അല്ലെ, ജെൻഡർ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ വേരിയേഷൻസ് അല്ലെ, വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ റോൾ ഡിഫറൻസുകൾ അല്ലെ. ഓരോ വ്യക്തിക്കും ഓരോ ഗ്രൂപ്പിനും എന്തുണ്ടാകും? ഈ പറയപ്പെട്ട ജെൻഡർ ക്യാരക്ടറിസ്റ്റിക്സുകളും വേരിയേഷൻസുകളും റോളുകളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും.
വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾ അല്ലെ, ഇത്തരത്തിലുള്ള ലിംഗപരമായിട്ടുള്ള സവിശേഷതകളെ, വ്യതിയാനങ്ങളെ, റോളുകളിലെ വ്യത്യാസങ്ങളെ എന്നിവയുടെ ഒരു സങ്കര രൂപം, എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം എന്ന് നമ്മൾ പറയും അല്ലെ. എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള ഒരു അമൽഗം, അതായത് ഒരു സങ്കരമാണ്. ആ സങ്കരമായിട്ടാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെ കണക്കാക്കുന്നത്. ഒന്ന് മാത്രമല്ല, ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. When people engage with gender assumptions and try to apply them in society, they become propagators of stereotypes. അതായത് നമ്മളെ ഇവിടെ ജെൻഡർ അസംപ്ഷൻസ്, ജെൻഡറിലെ ഉള്ള അനുമാനങ്ങളിൽ ഏർപ്പെടുകയും അവ സമൂഹത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിൻ്റെ പ്രചാരകരായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റേഴ്സായിട്ട് മാറുന്നു. അതായത് ഇത്രയേ ഉള്ളൂ കുട്ടികളെ, നമ്മളുടെ ജെൻഡർ പരമായിട്ടുള്ള അനുമാനം നമ്മൾ നേരത്തെ പറഞ്ഞു, ആളുകളുടെ അല്ലേ പാസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഊഹാപോഹങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള ലിംഗപരമായിട്ടുള്ള അനുമാനങ്ങളിൽ ആളുകൾ ഏർപ്പെടുന്നു അല്ലേ. അപ്പം ഈ അനുമാനങ്ങൾ അവർ സമൂഹത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ എന്തായിട്ട് മാറുന്നു, ഈ പറയപ്പെട്ട ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് പ്രചരിപ്പിക്കുന്ന പ്രചാരകരായിട്ട് മാറുന്നു എന്നാണ് അല്ലേ. പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് സ്റ്റീരിയോ ടൈപ്സ് ആയിട്ട് ആളുകൾ മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പം എന്താണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലേ? ബയാസസ്, പക്ഷാപാതപരമായിട്ടോ അതല്ലെങ്കിൽ മുൻധാരങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ലിംഗവിഭാഗത്തിന് ചില റോളുകളും ചുമതലകളും കൊടുക്കുന്നതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ.